ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് സങ്കീർത്തന പുസ്തകങ്ങൾ 128 അധ്യായം അതിൻ്റെ 1 തിരുവചനമാണ്. അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തുന്നത്: യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. തിരുവചനത്തിൽ ധാരാളം സ്ഥലത്ത് ഭാഗ്യവാന്മാരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതായി നമുക്കറിയാം. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം മുഴുവൻ ഈ സൗഭാഗ്യത്തെക്കുറിച്ചാണ്, പ്രത്യേകിച്ച് അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ചാണ് നമുക്കറിയാം. അതുപോലെ സങ്കീർത്തനത്തിലും അനേക സ്ഥലങ്ങളിൽ ഭാഗ്യാവസ്ഥ വർണ്ണിക്കുന്നുണ്ട്. എല്ലാം ചിന്തിക്കാനുള്ള സമയം നമുക്ക് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം. അതിതാണ് 128 സങ്കീർത്തനം 1 വാക്യം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ 1-ാമത്തെ ഭാഗം തന്നെ നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് കർത്താവിനെ ഭയപ്പെടുക എന്നതാണ്. വിശുദ്ധ ആരാധനയിൽ ഇപ്രകാരം നാം പറയുന്നൊരു ഭാഗമുണ്ട്: ഭയത്തോടും വിറയലോടും കൂടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഭയത്തോടും വിറയലോടും കൂടെ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുന്നത് അത് സ്നേഹത്തോടു കൂടിയ ഒരു ഭയമാണ്. അത് സാധാരണ ഒരു ഭയമല്ല. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അതിൻ്റെ 12-ാം തിരുവചനം: ആകയാൽ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? അപ്പോൾ ഈ തിരുവചനത്തിൽ യഹോവയായ ദൈവം അരുളി ചെയ്യുകയാണ്: ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയെ നീ ഭയപ്പെടുക, അവൻ്റെ എല്ലാ വഴികളിലും അവനെ സ്നേഹിക്കുക, അവൻ്റെ എല്ലാ വഴികളിലും അവനെ അനുഗമിക്കുക അഥവാ നടക്കുക. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ കർത്താവിനെ സ്നേഹിക്കുക, അവൻ്റെ കൽപ്പനകളുടെ വഴിയിൽ നടക്കുക, അവനെ ഭയപ്പെടുക എന്നതല്ലാതെ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് എന്ത്? ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചിലതാണിപ്പോൾ നമ്മൾ ചിന്തിച്ചത്. കർത്താവിനെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ വഴികളിൽ നടക്കുക. ഇത് തന്നെയാണ് ഈ വാസ്തവത്തിൽ 128-ാം സങ്കീർത്തനത്തിലും ആവർത്തിച്ചിരിക്കുന്നത്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ ദൈവത്തെ ഭയപ്പെടുവീൻ എന്ന് അപ്പോസ്തലനായ പത്രോസ് നമ്മളെ പ്രബോധിപ്പിക്കുന്നു. അതുപോലെ തന്നെ പത്രോസ് ശ്ലീഹായുടെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ എഴുതിയിരിക്കുകയാണ്: മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം ഒരു പ്രവാസകാലമാണ്. പ്രവാസി എന്ന വാക്കെല്ലാവർക്കും പരിചയമാണ്. ഇന്ത്യയിൽ നിന്നും വിദേശത്ത് പോയി
ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് ജീവിക്കുന്ന വ്യക്തികളെ നമ്മൾ പ്രവാസികളെന്ന് പറയുക. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ പോയി ജോലി ചെയ്യുന്നവരെ പ്രവാസികളെന്ന് പറയാറുണ്ട്. നമ്മെ ദൈവത്തിൻ്റെ വചനം വിളിക്കുന്നത് പ്രവാസികളെന്നാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഈ ഭൂമിയിൽ തൽക്കാലത്തേക്ക് ജോലി ചെയ്യാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി അനുവദിക്കപ്പെട്ടവരാണ്. നമ്മുടെ ഒരു പഴയ ഗീതത്തിൽ ഇങ്ങനെ പാടും: അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വർപ്പുരമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. നിത്യമായ ഭവനം സ്വർഗരാജ്യമാണ്. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം ഹ്രസ്വമാണ്, താൽക്കാലികമാണ്. അതുകൊണ്ട് ഈ ജീവിതകാലത്തെ നമ്മൾ പ്രവാസകാലം എന്ന് വിളിക്കുന്നു. ആ പ്രവാസകാലം ഭയത്തോടെ കഴിക്കാൻ അപ്പോസ്തലനായ പത്രോസ് നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനെ, അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെയാണ് നമ്മൾ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവെന്ന് വിളിക്കുന്നത്. ആകയാൽ മനുഷ്യരായ നാം ഓരോരുത്തരും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ കാലഘട്ടം നമ്മൾ ഭയത്തോടെ കഴിയണം. ഇന്ന് വാസ്തവത്തിൽ ദൈവഭയം മനുഷ്യർക്ക് ഇല്ലാതായിരിക്കുന്നു. മനുഷ്യർക്ക് രോഗത്തെ പേടിയുണ്ട്, മനുഷ്യർ യുദ്ധത്തെ ഭയപ്പെടുന്നു, മനുഷ്യർ മനുഷ്യനെ ഭയപ്പെടുന്നു, കള്ളന്മാരെ ഭയപ്പെടുന്നു. രാത്രിയിൽ കാവൽ നായ്ക്കളെ ഏർപ്പാടാക്കിയിട്ടാണ് പലരും ഉറങ്ങാൻ കിടക്കുന്നത്. ഭവനം പൂട്ടി താക്കോലൊക്കെ സൂക്ഷിച്ചു വെച്ചാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുക. ഗേറ്റുകൾ പൂട്ടുന്നു, കാവൽക്കാരെ ഏർപ്പെടുത്തുന്നു, നായ്ക്കളെ ഏർപ്പെടുത്തുന്നു. എന്നിട്ടും നമുക്ക് ഉറക്കം വരുന്നില്ല. കാരണം മനുഷ്യൻ ഭയപ്പാടിലാണ്. അവൻ ഭയപ്പെടുന്നത് മനുഷ്യരെ. ഒരു വശത്ത് മനുഷ്യരെ ഭയപ്പെടുന്നു, വേറൊരു സ്ഥലത്ത്, ലോകത്തിൻ്റെ മറ്റൊരു സ്ഥലത്ത് മനുഷ്യർ രോഗങ്ങളെ ഭയപ്പെടുന്നു. നടന്നു പോകുമ്പോൾ, ജനക്കൂട്ടത്തിലായിരിക്കുമ്പോൾ, മറ്റുള്ളവരുടെ സാന്നിധ്യം കൊണ്ട്, അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകുമ്പോൾ വരെ ഇപ്പോൾ രോഗങ്ങൾ പകരാമെന്ന നില വന്നിരിക്കുന്നു. എയ്ഡ്സ് രോഗം വന്നപ്പോൾ ആളുകൾ വിചാരിച്ചു രക്തം പകരുന്നതിലൂടെ, സ്വീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത് പകരുക, അല്ലെങ്കിൽ അസന്മാർഗിക ജീവിതം നയിക്കുന്നവരിലാണ് എയ്ഡ്സ് രോഗം പകരുക. എയ്ഡ്സ് രോഗം ബാധിച്ച് കോടിക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ ഭൂമിയിൽ നിന്ന് മരിച്ചിട്ടുണ്ട്. അപ്പോഴിതാ നമ്മൾ പുതിയ രോഗങ്ങളെക്കുറിച്ച് കേൾക്കുകയാണ്. എന്തായാലും മനുഷ്യൻ രോഗത്തെ ഭയപ്പെടുന്നു, യുദ്ധങ്ങളെ ഭയപ്പെടുന്നു, മനുഷ്യൻ മനുഷ്യനെ ഭയപ്പെടുന്നു. എന്നാൽ മനുഷ്യന് ഈ കാലഘട്ടത്തിൽ ഭയമില്ലാതായിരിക്കുന്നത് ദൈവത്തെയാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ ദൈവത്തെ ഇതുവരെയും നേരിട്ട് അനുഭവിക്കാൻ അവനിട വന്നിട്ടില്ല. ദൈവത്തിൻ്റെ കോപം അവൻ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹവാനായതുകൊണ്ട്, കാരുണ്യവാനായതുകൊണ്ട്, ദൈവം നമ്മോട് മനസ്സലിവുള്ളവനായതുകൊണ്ട് അത്രേ നമുക്ക് ഇത്രയും കാലം ഇവിടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിച്ചത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളുടെ ജീവിതം ദൈവഭയത്തിൽ കഴിക്കുവാനാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുമ്പോൾ എല്ലാവരും കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് തിരുവചനം നമ്മെക്കുറിച്ച് വ്യാകുലപ്പെടുകയാണ്. എന്താണ് ഈ സ്ഥിതിവിശേഷത്തിന് കാരണം? മനുഷ്യർ ലോകമയന്മാരായി തീർന്നു. അവർ ദൈവത്തെ അന്വേഷിക്കാത്തവരായി തീരാനുള്ള കാരണം അവർ ലോകത്തിൻ്റെ അടിമകളായി തീർന്നു. ഈ ലോകത്തിൻ്റെ ദൈവം അവരെ ഭരിക്കുന്നു. 2 കൊരിന്ത്യർ 4:4 പറയുകയാണ്, ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം മനുഷ്യരുടെ കണ്ണുകളെ കുരുടാക്കി കളഞ്ഞു. ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് വിളിച്ചിരിക്കുന്നത് പിശാചിനെയാണ്. പിശാച് അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവത്തെ കാണാനോ ദൈവപ്രവൃത്തികളെ ദർശിക്കാനോ സാധിക്കാതെ വണ്ണം, ദൈവഭയമില്ലാതെ വണ്ണം അവരുടെ മനസ്സ് ഇരുണ്ടുപോയിരിക്കുന്നു, അവരുടെ കണ്ണ് കുരുടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കണം. ഇതിൻ്റെ വചനത്തിൻ്റെ 2ാം ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
ദൈവത്തെ ഭയപ്പെടുക മാത്രമല്ല, അവൻ്റെ വഴികളിൽ നടക്കണമെന്നാണ് ഈ വചനത്തിൻ്റെ 2-ാം ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് കർത്താവിൻ്റെ വഴികൾ? നമുക്കേവർക്കും അറിയാം, കർത്താവായ യേശുക്രിസ്തു ആണ് യഥാർത്ഥ വഴിയെന്ന്. വിശുദ്ധ യോഹന്നാൻ 14:6 പറയുകയാണ്, ഐ ആം ദി വേ, ഐ ആം ദി ലൈഫ് ആൻഡ് ഐ ആം ദി ട്രൂത്ത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. യേശുവാണ് വഴി. ആ വഴിയിലൂടെയാണ് ഞാൻ നിങ്ങളും നടക്കേണ്ടത്. തിരുവചനത്തിൽ നാം നടക്കേണ്ടുന്ന പാതകളെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. മറ്റൊരു സന്ദർഭമാണ് റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. റോമർ 6:4 പറയുകയാണ്, ഒരു വഴിയെക്കുറിച്ച് പറയുകയാണ്. അവിടെ പറയുന്നത് ജീവൻ്റെ പുതുക്കത്തിൻ്റെ വഴിയാണ്. ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുക, ഇൻ ദി ന്യൂനെസ് ഓഫ് ലൈഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാക്ക് ഇൻ ദി ന്യൂനെസ് ഓഫ് ലൈഫ്. എന്താണ് ജീവൻ്റെ പുതുവഴി? അത് മാമോദിസയുടെ അനുഭവമാണ് എന്നാണ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. ഇത് റോമാലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് മാമോദിസയെക്കുറിച്ച് പറയുമ്പോഴാണ്, സ്നാനത്തെക്കുറിച്ച് പറയുമ്പോഴാണ് പഠിപ്പിക്കുന്നത്. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനു തന്നെ. അപ്പോൾ ജീവൻ്റെ പുതുക്കം എന്ന് പറയുന്നത് മാമോദീസായുടെ അനുഭവമാണ്. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ ഞാനും നിങ്ങളും ജഡത്തിൽ മരിച്ച് ആത്മാവിൽ ജീവിക്കുന്നതാണ് മാമോദീസായുടെ അനുഭവം എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ ആലോചന അനുസരിച്ച് ജീവിക്കുന്നതിനാണ് മാമോദീസയുടെ അനുഭവം എന്ന് പറയുന്നത്. ഗലാത്യ ലേഖനത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16-ാം വചനത്തിൽ പറയുന്നുണ്ട്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതാണ് ജീവൻ്റെ വഴി എന്ന് പറയുന്നത്. അത് മാമോദീസയുടെ അനുഭവമാണ്. മാമോദീസ മുക്കുമ്പോൾ പട്ടക്കാരൻ പറയുന്നു, ഈ മാമോദീസ വെള്ളത്താൽ പഴയ മനുഷ്യൻ പുതുതാക്കപ്പെട്ട് നവീകരിക്കപ്പെടുവാൻ വേണ്ടി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ വ്യക്തിക്ക് സ്നാനം നൽകുന്നു. അപ്പോൾ ഒരു വ്യക്തിയെ സ്നാനപ്പെടുത്തുന്നത് അയാൾ പഴയ മനുഷ്യൻ നവീകരിക്കപ്പെട്ട് പുതുതാക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. നമ്മിലെ പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജഡീക മനുഷ്യൻ, അഥവാ ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡമായാൽ ആത്മാവിലൊരു ജനനം ഒരു വ്യക്തിക്ക് ആവശ്യമാണ്. അതാണ് മാമോദീസയിലൂടെ നൽകുന്നത്. മാമോദീസയിലൂടെ നമ്മൾ പ്രാപിച്ചത് ആത്മാവിൽ ഉള്ള ജനനമാണ്. ആത്മാവിൻ്റെ പുതുവഴിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആത്മാവിനെ അനുസരിച്ച്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച്, അതിൻ്റെ ആലോചന അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു തുടക്കമാണ് മാമോദീസ. എന്നാൽ മാമോദീസയുടെ അനുഭവം നമ്മൾ അനേകം പേര് നഷ്ടപ്പെടുത്തി കളയുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മാമോദീസ എല്ലാവരും ജീവൻ്റെ വഴിയിലൂടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ പലരുടെയും കാര്യത്തിൽ അങ്ങനെ അല്ല എന്നുള്ളതാണ് സത്യം. വഴിതെറ്റി നടക്കുന്നവരാണ് അധികം പേരും. ഈ തിരുവചന ശുശ്രൂഷകളൊക്കെയും നമ്മുടെ വഴികളെ നമ്മെ ഓർമ്മപ്പെടുത്താനുള്ളതാണ്. രണ്ടാമത് നാം നടക്കേണ്ടുന്ന വഴിയെക്കുറിച്ച് തിരുവചനം പറയുന്നു, വിശ്വാസത്തിൻ്റെ വഴിയാണ്. തിരുവചനത്തിൽ ഒരുപക്ഷെ അനേകം സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വിശ്വാസത്തിൻ്റെ വഴിയെക്കുറിച്ച്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുകയാണ്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കുന്ന യേശുവിൻ്റെ വഴിയാണ് ഈ വിശ്വാസത്തിൻ്റെ വഴി എന്ന് പറയുന്നത്. തിരുവചനത്തിൽ വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ നടന്ന അനേകം ആളുകളെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. ഇതാ ഒരു ശതാധിപൻ തൻ്റെ ഭൃത്തിന് അസുഖം വന്നപ്പോൾ തൻ്റെ ഭൃത്യന്മാരെ പറഞ്ഞയക്കുകയാണ് യേശുവിൻ്റെ അടുക്കിലേക്ക്. തൻ്റെ ഭൃത്തിന് സുഖമില്ല എന്ന് പറഞ്ഞയക്കുകയാണ്. വിവരമറിഞ്ഞിട്ട് ശതാധിപൻ ഒത്തിരി സഹായമൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, നല്ലൊരു മനുഷ്യനാണ് എന്ന് ശിഷ്യന്മാർ യേശുവിനെ ഓർമ്മിപ്പിച്ചു. യേശു ശതാധിപൻ്റെ വീടിനെ ലക്ഷ്യമാക്കി ചെന്നപ്പോൾ ശതാധിപൻ ഓടി വന്നിട്ട് പറയുകയാണ്, അങ്ങ് എൻ്റെ വീടിനകത്തേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ഭൃത്തിന് സൗഖ്യം വരും.
കാരണം ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്. ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 സൈന്യങ്ങളുടെ യജമാനനാണ്, സെഞ്ചൂറിയനാണ്. അപ്പോൾ സൈന്യത്തോട് പോകാൻ പറഞ്ഞാൽ പോകും, വരാൻ പറഞ്ഞാൽ വരും. അങ്ങനെ അധികാരമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ പറഞ്ഞാൽ എൻ്റെ ഭൃത്യന്മാരെ അനുസരിക്കും. അതുപോലെ അങ്ങ് ഈ പ്രപഞ്ചത്തിന്മേൽ അധികാരമുള്ള മെശിഹായാണ്. അങ്ങ് രോഗത്തിന്മേൽ അധികാരമുള്ളവനാണ്. അങ്ങ് പ്രകൃതി ശക്തികളിന്മേൽ അധികാരമുള്ളവനാണ്. അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ഭൃത്യൻ്റെ രോഗം അപ്പോൾ തന്നെ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ യേശു പറഞ്ഞു, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഇസ്രായേലിൽ കൂടെ കാണാത്ത വലിയ വിശ്വാസം. ഇങ്ങനെ വിശ്വാസത്താൽ ശതാധിപൻ്റെ ഭൃത്യന് ആ സമയം തന്നെ സൗഖ്യം വന്നു. യേശു സാക്ഷ്യപ്പെടുത്തിയ വിശ്വാസമാണ് ശതാധിപൻ്റെ വിശ്വാസം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാനും നിങ്ങളും നടക്കുന്നത് ഈ നോമ്പിൻ്റെ നാളുകളിൽ വിശ്വാസത്തിൻ്റെ വഴിയിലൂടെയാണ്. നമ്മൾ പലപ്പോഴും കണ്ടു വിശ്വസിക്കുന്നവരാണ്. തോമസ് ലീഹ ഒരിക്കൽ പറഞ്ഞു, ഞാൻ അവനെ കാണുകയും അവൻ്റെ വിലാപ്പുറത്ത് എൻ്റെ കൈവച്ച് നോക്കുകയും അവൻ്റെ ആണിപ്പഴുതിൽ എൻ്റെ കൈകൾ ഇടുകയും ചെയ്തല്ലാതെ വിശ്വസിക്കുകയില്ല. കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ആദ്യ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് ലീഹ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. തങ്ങൾ യേശുവിനെ കണ്ടു എന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ തോമസ് അവരോട് പറയുന്ന വാക്കുകളാണിത്: ഞാൻ കണ്ടിട്ടല്ലാതെ, എൻ്റെ കൈവച്ച് നോക്കിയിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. വീണ്ടും 8 ദിവസം കഴിഞ്ഞു. യേശു വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഈ സമയത്ത് തോമസ് ഉണ്ടായിരുന്നു. യേശു പറഞ്ഞു, തോമസ്, നിൻ്റെ കൈ എൻ്റെ വിലാപ്പുറത്ത് വെച്ച് നോക്കുക, നിൻ്റെ വിരൽ എൻ്റെ ആണിപ്പഴുതിൽ ഇട്ടു നോക്കുക. തോമസ് ലീഹ അപ്രകാരം ചെയ്തു അത്രേ. എന്നിട്ട് യേശു പറഞ്ഞു, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. പിതാക്കന്മാരുടെ വിശ്വാസം ഇങ്ങനെ പറയുന്നു. തോമസ് ലീഹായെ ഇരട്ട എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ 2 വിരലുകൾ ചേർന്ന് ഒട്ടിയ അവസ്ഥയിലായിരുന്നു. ഇതൊരു വിശ്വാസ പാരമ്പര്യം മാത്രമാണ്, വേദപുസ്തകത്തിലുള്ള കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ ഒട്ടിയ വിരലുകൾ തത്സമയം വേർപെട്ടു എന്ന് വിശ്വാസ പാരമ്പര്യത്തിൽ പറയുന്നു. അതെന്തെങ്കിലും ആകട്ടെ, തോമസ് ലീഹ ഉടനെ പറഞ്ഞത്, യേശുവിനെ തൊട്ട മാത്രയിൽ തോമസ് ലീഹയ്ക്കൊരു ബോധ്യം വന്നു, ഞാൻ തൊട്ടത് സാധാരണക്കാരനെ അല്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള ബോധ്യത്തിൽ യേശുവിനെ തൊട്ടറിഞ്ഞ തോമസ് ലീഹയ്ക്ക് പറയാൻ പറ്റി, അവൻ്റെ വിശ്വാസം ആഴപ്പെട്ടു. അനുഗ്രഹിക്കപ്പെട്ടവരെ, എപ്പോഴാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് കർത്താവിൽ നിന്ന് നേരിട്ട് അനുഭവങ്ങൾ വരുമ്പോഴാണ്. ഇതാ, അനേകം ദൈവമക്കൾക്ക് ഈ കാലഘട്ടത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് പല പല അനുഗ്രഹങ്ങൾ നേടാൻ സാധിക്കുന്നുണ്ട്. യഥാർത്ഥ വിശ്വാസത്തിൻ്റെ നിറവിൽ അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നു. ഇതാ, വിശ്വാസം വർദ്ധിക്കുന്ന ധാരാളം ആളുകളുടെ സാക്ഷ്യങ്ങൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ കേൾക്കുന്നു. അവരിൽ പലരും ക്രിസ്ത്യാനികളല്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അക്രൈസ്തവരാണ് ഇന്ന് വിശ്വാസത്തിൻ്റെ വഴിയിൽ ക്രിസ്ത്യാനികളെക്കാൾ മുമ്പിൽ സഞ്ചരിക്കുന്നത്. അവർ യേശുവിനെ തൊട്ടറിയുന്നു, അവർ യേശുവിനെ അനുഭവിച്ചറിയുന്നു. കർത്താവ് നല്ലവനാണെന്ന് അവർ രുചിച്ചറിയുന്നു. അവർ വിശ്വാസത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുമെന്ന് തിരുവചനത്തിൽ 3-4 ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനത്തിൽ, ഹബക്കൂക്കിൻ്റെ പ്രവചനത്തിൽ, എബ്രായ ലേഖനത്തിൽ, ഫിലിപ്പി ലേഖനത്തിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താൽ മോശ ദൈവജനത്തോടു കൂടെയുള്ള കഷ്ടത തിരഞ്ഞെടുത്തു. രാജാവിൻ്റെ മകളുടെ പൈതലായി വളരുന്നതിനേക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടത അനുഭവിക്കുന്നത് അദ്ദേഹം തിരഞ്ഞെടുത്തത് വിശ്വാസത്താലാണെന്ന് തിരുവചനത്തിൽ നമ്മൾ കാണുന്നു. ഇങ്ങനെ വിശ്വാസവീരന്മാർ പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്. വിശ്വാസത്താൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ ലോകമെമ്പാടും മരത്തിൽ തൂക്കപ്പെട്ടവനായി തിരുവിലാവിൽ നിന്ന് രക്തവും വെള്ളവും ഒലിക്കുന്നവനായ മശിഹായെ കണ്ടിട്ട് അവന് വേണ്ടി സാക്ഷികളാകുവാൻ, അവന് വേണ്ടി മരിക്കുവാൻ, അവന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ, അവന് വേണ്ടി തങ്ങളുടെ ജീവിതം നൽകുവാൻ തക്കവണ്ണം അവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും താല്പര്യത്തോടെ പ്രയാണം ചെയ്തു. തോമസ് ലീഹ ഇന്ത്യയിലെത്തി, പത്രോസ് ലീഹ റോമിലെത്തി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശിഷ്യന്മാർ ഓടിച്ചെന്നതും അവിടെ വെച്ച് യേശുവിൻ്റെ വചനത്തെ പ്രകാശിപ്പിച്ചതും അങ്ങനെ അനേകരെ ദൈവപക്ഷത്താക്കിയതും ചരിത്രമാണ്. അതിനുശേഷം അവർ യേശുവിന് വേണ്ടി മരണത്തെ പുഞ്ചിരിയോടെ സ്വീകരിച്ചതും
നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു, വിശ്വാസത്താലാണ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. തോമസ് ലീഹ വിശ്വാസത്താൽ, ഏറ്റുപറഞ്ഞതായി വിശ്വാസത്താൽ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ വന്ന് അനേകം പേരെ ക്രിസ്ത്യാനികളാക്കുകയും മൈലാപ്പൂരിൽ വെച്ച് കുന്തത്താൽ കൊല്ലപ്പെടുകയും ചെയ്തു. അതിന് തക്കവണ്ണം വിശ്വാസത്തിൽ അദ്ദേഹം ആഴപ്പെട്ടു. പത്രോസ് ലീഹ റോമിലേക്ക് പോയി അവിടെ വെച്ച് പിടിക്കപ്പെടുകയും തലകീഴായി ക്രൂശിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരുകയും ചെയ്തത് വിശ്വാസത്താലാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലും ശിഷ്യന്മാരുടെ കാലഘട്ടത്തിലും പഴയ നിയമ കാലഘട്ടത്തിലും വിശുദ്ധന്മാർ ജീവിച്ചത് വിശ്വാസത്താലാണ്. കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുക, കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്താലാണ്. പിശാചിനെ പരീക്ഷയിൽ തോൽപ്പിക്കുമ്പോൾ യേശു പറഞ്ഞ വചനങ്ങളാണിത്. അതെ, വചനത്താൽ ജീവിക്കുവാനാണ് വചന ശുശ്രൂഷ കൂടുതലായി ഈ നാളുകളിൽ നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ നടത്തപ്പെടുന്നത്. മനുഷ്യൻ ജീവിക്കുന്ന അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് പഠിപ്പിക്കാനാണ്, ദൈവവചനത്താൽ കൂടിയാണെന്ന് പഠിപ്പിക്കാനാണ്. അപ്പോൾ നാം നടക്കേണ്ടുന്ന വഴിയെക്കുറിച്ചാണ്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കണം. ജീവൻ്റെ പുതുക്കത്തിൻ്റെ വഴി. 2 വിശ്വാസത്തിൻ്റെ വഴി. 3 വിനയത്തിൻ്റെയും സൗമ്യതയുടെയും വഴിയിലാണ് ഞാനും നിങ്ങളും നടക്കേണ്ടത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പറയുകയാണ്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും നടക്കുക. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി യേശുവിൻ്റെ മകനായിരിക്കാൻ, മകളായിരിക്കാനുള്ള വിളിയാണ്. കർത്താവ് വിളിച്ചത് അവൻ്റെ മക്കളാകുവാൻ വേണ്ടിയിട്ടാണ്, അവന് വേണ്ടി ശോഭിക്കുവാനാണ്. അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ വേണ്ടിയാണ് നമ്മളെ ദൈവം വിളിച്ചത്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും നടക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഗുണങ്ങളൊക്കെ. ആർക്കാണ് വിനയമുള്ളത്? ആർക്കാണ് സൗമ്യതയുള്ളത്? ആർക്കാണ് ദീർഘക്ഷമയുള്ളത്? അതൊക്കെയും നമ്മിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. സൗമ്യമായി സംസാരിക്കുന്നത് ഭവനങ്ങളിൽ നഷ്ടമായിരിക്കുന്നു. ഇന്ന് പല ഭവനങ്ങളിലും ഭാര്യമാർ ഭർത്താക്കന്മാരോട് സംസാരിക്കുന്നത് സീരിയലുകളുടെ ഭാഷയിലാണ്. സീരിയലുകൾ മനുഷ്യ മനസ്സിനെ ഭരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. കാരണം മനുഷ്യർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവരുടെ സമയത്തിൻ്റെ ഭൂരിഭാഗവും വൈകുന്നേരമായാൽ ചെലവഴിക്കുന്നത് സീരിയലിൻ്റെ മുമ്പിലാണ്. സീരിയൽ സംസ്കാരമാണ് സ്ത്രീകളെ ഭരിക്കുന്നത്. അവിടെ ഭർത്താവിനെ ആക്രോശിക്കുന്ന ചില കഥാപാത്രങ്ങളെയാണ് അവർ പരിചയപ്പെട്ടിരിക്കുന്നത്. അതേ സ്റ്റൈലിലാണ് സംസാരങ്ങൾ. പ്രിയപ്പെട്ട ഒരു സിനിമയും സീരിയലുകളും അതുപോലെ തന്നെ ഇൻ്റർനെറ്റും മനുഷ്യ മനസ്സിൻ്റെ എല്ലാ മേഖലകളെയും ഒരുപോലെ കീഴടക്കി ഭരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ വിനയത്തിൻ്റെയും സൗമ്യതയുടെയും ദീർഘക്ഷമയോടെയും വഴികളിൽ നടക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. 5-ാമതായി നാം നടക്കേണ്ടുന്ന വഴി സ്നേഹത്തിൻ്റെ വഴിയാണ്. എങ്ങനെയാണ്, ഏത് വഴിയാണ് സ്നേഹത്തിൽ നടക്കേണ്ടത്? ഒരുവൻ തൻ്റെ സ്നേഹിതന് വേണ്ടി തൻ്റെ ജീവൻ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ഒരിക്കൽ ഒരു സ്ഥലത്ത് 2 സഹോദരന്മാരുണ്ടായിരുന്നു. ഒരാൾ വിവാഹിതനും മറ്റൊരാൾ അവിവാഹിതനുമായിരുന്നു. 2 പേരും വേറെ വേറെയാണ് താമസം. 2 പേരും നല്ല കൃഷിക്കാരാണ്. പരസ്പരം പെട്ടെന്ന് കാണത്തക്കവണ്ണമുള്ള സൗകര്യമൊന്നുമില്ല. മാസങ്ങൾ കൂടിയാണ് അവർ പരസ്പരം കണ്ടുമുട്ടാറുള്ളത്. കാരണം അവർ വളരെ അകലെയാണ്. അവർ കൃഷിക്കാരാണ്. ഒരു ദിവസം സഹോദരന്മാർ തീരുമാനിച്ചു തൻ്റെ സഹോദരനെ കാണാൻ വേണ്ടി പോകണം. ഓരോ ചാക്ക് ധാന്യവുമായി 2 പേരും പുറപ്പെട്ടു അത്രേ. അവർ രാത്രിയിലാണ് യാത്രയായത്. രാത്രിയിൽ ഒരു സ്ഥലത്ത് വെച്ച് അവർ പരസ്പരം കണ്ടുമുട്ടി. പരസ്പരം നോക്കി. 2 പേരുടെ തലയിൽ ഓരോ ചാക്ക് ധാന്യമുണ്ട്. സ്നേഹത്തിൻ്റെ കരുതൽ ആണ്, അവരുടെ സ്നേഹമാണ് അവരെ പരസ്പരം ഇപ്രകാരം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഒരിക്കൽ ശിഷ്യന്മാർ ഒരു ഗുരുവിനോട് ചോദിച്ചു, ഗുരു, എവിടെയാണ് ദേവാലയം പണിയേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ആ ഗുരു പറഞ്ഞ കഥയാണിത്. ദേവാലയം പണിയേണ്ടത് ഈ 2 സഹോദരന്മാർ കണ്ടുമുട്ടിയ സ്ഥലത്താണ്.
സ്നേഹത്തിൻ്റെ സ്ഥലത്താണ്, കരുതലിൻ്റെ സ്ഥലത്താണ് ദേവാലയങ്ങൾ പണിയേണ്ടത്. നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ ദേവാലയങ്ങൾ കലഹത്തിൻ്റെയും വീതം വയ്പ്പിൻ്റെയും കടന്നുകയറ്റത്തിൻ്റെയും മേഖലകളായി തീരുകയാണ്. അത് അവിടെ സ്നേഹമില്ല, പങ്കുവയ്ക്കലില്ല, ഒരുമയില്ലാതായി പോയിരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, യേശുവിൻ്റെ മാർഗത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾ വളരെ വളരെ ദൂരം സഞ്ചരിച്ചു എന്നുള്ളതിന് ഇതിലും വലിയ തെളിവില്ല. നാം ഓരോരുത്തരുമാണ് അതിൽ കുറ്റക്കാർ. അനുഗ്രഹിക്കപ്പെട്ടവരെ, യഹോവയെ ഭയപ്പെടുന്നതായ ആളുകൾ ഭൂമിയിൽ ഇല്ലാതായിരിക്കുന്നു. അവൻ്റെ വഴികളിൽ നടക്കുന്നവരും ഭൂമിയിൽ കുറഞ്ഞു പോയിരിക്കുന്നു. ഈ കുറവിനെ പരിഹരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരെയും തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ വഴികളിൽ നടക്കുവാൻ, അങ്ങയെ ഭയപ്പെടുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ജീവൻ്റെ പാതയിലായിരിക്കാൻ, ജീവൻ്റെ പുതുക്കത്തിലായിരിക്കാൻ, വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാനും സ്നേഹത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാനും ഞങ്ങൾക്ക് അവിടുന്ന് പാത ഒരുക്കി തരുമാറാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ.